ഇറാനെ പാഠം പഠിപ്പിക്കാനെന്ന പേരിൽ ട്രംപ് ഭരണകൂടം പുതിയൊരു പ്രഖ്യാപനം നടത്തിയിരുന്നു. ഓപ്പറേഷൻ എക്കണോമിക് ഔട്ട്കാസ്റ്റ് എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഈ സാമ്പത്തിക ഉപരോധ തന്ത്രത്തെ പക്ഷേ ഇറാൻ പുച്ഛിച്ച് തള്ളുകയാണുണ്ടായത്. എന്നിരുന്നാലും അമേരിക്ക ഏറെ ആത്മവിശ്വാസത്തിലാണ്. ഇതിലൂടെ ഇറാനെ വരുതിയിലാക്കാമെന്നാണ് ട്രംപ് ഭരണകൂടം കരുതുന്നത്. പക്ഷേ അവർക്ക് മുന്നിൽ വലിയൊരു വെല്ലുവിളിയായി ചൈന നിൽക്കുകയാണ്. ഉപരോധം ഫലം കാണുമോ ഇല്ലയോ എന്നത് തീരുമാനിക്കുന്നത് ചൈനയാണെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ഇറാനെ സാമ്പത്തികമായി തകർക്കാനുള്ള അമേരിക്കയുടെ പദ്ധതിയിൽ ചൈന എങ്ങനെയാണ് ട്രംപിന് വിലങ്ങുതടിയാകുന്നത്? വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഇറാനുമായി വ്യാപാരം തുടരുന്ന രാജ്യങ്ങൾക്കും കമ്പനികൾക്കുമെതിരെ അത്ഭുതപൂർവമായ സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ് അമേരിക്ക. പദ്ധതിയുടെ ലക്ഷ്യം ലളിതമാണ്: ഇറാനെ സാമ്പത്തികമായി ഒറ്റപ്പെടുത്തുകയും ടെഹ്റാനിൽ സമ്മർദ്ദം ചെലുത്തി അവരെ വരുതിയിലാക്കുകയും ചെയ്യുക. പക്ഷേ അമേരിക്കയ്ക്ക് അത് സാധിക്കണമെങ്കിൽ അവർ ചൈനയെ പൂട്ടേണ്ടി വരും. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ചൈനയെ ഒപ്പം നിർത്തേണ്ടി വരും. കാരണം ഇറാന്റെ സാമ്പത്തിക മേഖലയെ താങ്ങി നിർത്തുന്നത് നിലവിൽ ചൈനയാണ്. അങ്ങനെയിരിക്കെ ട്രംപ് കൊട്ടിഘോഷിക്കുന്ന ഓപ്പറേഷൻ എക്കണോമിക് ഔട്ട്കാസ്റ്റ് വിജയിക്കണമെങ്കിൽ അമേരിക്കയ്ക്ക് ചൈനയുടെ സഹകരണം കൂടിയേ തീരൂ. ചരിത്രത്തിലെ ഏറ്റവും കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് ഓപ്പറേഷൻ ഇക്കണോമിക് ഔട്ട്കാസ്റ്റ് പ്രഖ്യാപിച്ചപ്പോൾ ഒരു രാജ്യത്തിന്റെ പേര് മാത്രം അദ്ദേഹം എടുത്തു പറഞ്ഞിരുന്നില്ല. അത് ചൈനയുടേതായിരുന്നു. ലോകത്തിലെ രണ്ടാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായ ചൈനയാണ് വളരെ കാലമായി ഇറാന്റെ സാമ്പത്തിക ജീവനാടി. മറ്റ് വ്യാപാരങ്ങൾക്ക് പുറമെ ഇറാന്റെ എണ്ണ കയറ്റുമതിയുടെ ഭൂരിഭാഗവും പോകുന്നത് ചൈനയിലേക്കാണ്. അമേരിക്കയുടെ പലവിധ ഉപരോധങ്ങൾ നിലനിൽക്കുകയും ചൈനയുടെ ഈ സഹകരണത്തിലൂടെ കോടിക്കണക്കിന് ഡോളർ ഇറാൻ നേടുന്നുമുണ്ട്. ഇറാനിയൻ എണ്ണയുടെ ഏറ്റവും അധികം വാങ്ങുന്നത് ചൈനീസ് സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള കമ്പനികളല്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. മറിച്ച് ചൈനയിലെ സ്വതന്ത്ര റിഫൈനറികളാണ്. ഇറാൻ എണ്ണയുടെ കുറഞ്ഞ വിലയാണ് അവരെ ആകർഷിക്കുന്ന പ്രധാന ഘടകം. ഈ കമ്പനികളാകട്ടെ അമേരിക്കയുമായി ബന്ധപ്പെട്ട വ്യാപാര ശൃംഖലയുടെ ഭാഗവുമല്ല. അതിനാൽ തന്നെ അമേരിക്കയുടെ സാമ്പത്തിക ഉപരോധത്തെ അവർക്ക് ഭയക്കേണ്ട സാഹചര്യവും ഉദിക്കുന്നില്ല. ഉപരോധങ്ങളും സാമ്പത്തിക ബലപ്രയോഗവും പ്രശ്നങ്ങൾ പരിഹരിക്കില്ല എന്നതാണ് കാലങ്ങളായുള്ള ചൈനയുടെ നിലപാട്. ഒപ്പം ഏകപക്ഷീയമായ ഉപരോധങ്ങൾ അവർ തള്ളുന്നുമുണ്ട്. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച ബെസന്റിന്റെ വാർത്താ സമ്മേളനത്തിന് ശേഷം നിയമാനുസൃത അവകാശങ്ങളും താൽപ്പര്യങ്ങളും സംരക്ഷിക്കുന്നതിന് ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് ചൈനയുടെ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരുന്നു. കൂടാതെ ഉപരോധങ്ങളല്ല, രാഷ്ട്രീയവും നയതന്ത്രപരവുമായ പരിഹാരമാണ് ആവശ്യമെന്നതാണ് ചൈനയുടെ പക്ഷം. അതായത് ഉപരോധങ്ങളോട് സഹകരിക്കാൻ തങ്ങളെ കിട്ടില്ല എന്നാണ് ചൈന പറയാതെ പറയുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ അമേരിക്കൻ ഉപരോധങ്ങൾ ചെറുക്കാൻ ചൈനയും റഷ്യയും സഹായിക്കുമെന്ന പ്രതീക്ഷ ഇറാനുണ്ട്. ഇറാന്റെ ധനമന്ത്രി അലി മദനെസാദി ഇക്കാര്യം അടുത്തിടെ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. അമേരിക്ക ഇറാനെ സാമ്പത്തികമായി ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടാകാം, പക്ഷേ ഇറാനൊപ്പം നിൽക്കാൻ ഇപ്പോഴും ആളുകളുണ്ട് എന്ന് തങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഇത് ട്രംപ് ഭരണകൂടത്തെ വലിയ പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിട്ടിരിക്കുന്നത്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് അടുത്ത മാസം അമേരിക്ക സന്ദർശിക്കാനിരിക്കെയാണ് ഈ സംഭവവികാസങ്ങൾ എന്നത് ശ്രദ്ധേയമാണ്. അമേരിക്ക നിലപാട് കൂടുതൽ കടുപ്പിച്ചാൽ ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യാപാര കരാറുകളൊക്കെ അതില്ലാതാക്കിയേക്കാമെന്ന ഭയവും ട്രംപ് ഭരണകൂടത്തിനുണ്ട്. ഇതെല്ലാം പറയുമ്പോഴും ചൈനയ്ക്ക് അവരുടേതായ താൽപ്പര്യങ്ങളുണ്ട്. ആഗോള ഊർജ്ജ വ്യാപാരത്തിനുള്ള നിർണായക പാതയായ ഹോർമുസ് കടലെടുക്ക് വഴിയുള്ള ഷിപ്പിംഗ് നിലവിൽ പ്രതിസന്ധിയിലാണ്. ഇത് പഴയപടിയാക്കണമെന്നതാണ് ചൈനയുടെ ആഗ്രഹം. അതിനായി കുറച്ചൊക്കെ വിട്ടുവീഴ്ചയ്ക്ക് ചൈന തയ്യാറായേക്കാം. പക്ഷെ അപ്പോഴും ഉപരോധങ്ങളെ അമേരിക്ക പറയുംപടി അനുസരിക്കാൻ ചൈന തയ്യാറാകില്ല എന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ഇത് തലവേദനയാകാൻ പോകുന്നത് ട്രംപിനാണ്. ഇറാനെ സൈനികമായി പരാജയപ്പെടുത്താൻ കഴിയാതെ വന്നപ്പോഴാണ് സാമ്പത്തിക ഉപരോധവുമായി ട്രംപ് എത്തിയത്. ഇനി അതുകൂടി ഫലം കണ്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ നാണം കെട്ടു നിൽക്കുന്ന ട്രംപിന് വീണ്ടും തലക്കിട്ട് കിട്ടുന്ന ഒരു അടിയായിരിക്കും അത്.